ഹലോ ഗുയ്സ്, വെൽക്കം ടു ദ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ഒരു ഫോട്ടോഷോപ്പിൽ ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പറ്റുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് ബാക്കത്തെ കളർ മാറ്റുക, റെഡോ ബ്ലൂവോ അങ്ങനെ എന്തും ആക്കാം നമുക്ക് കളർ. അതിന് ഫസ്റ്റ് നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് വേണ്ട ഇമേജ് എടുക്കുക. വേണ്ട ഇമേജ് എടുക്കാം. എന്നിട്ട് ഇവിടെ സബ്ജക്റ്റ് സെലക്റ്റിൽ പോയിട്ട് സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആവും. എന്നിട്ട് നമുക്ക് ഫുള്ള് നോക്കാം, സൂമാക്കിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും സെലക്ട് ആവാത്തതുണ്ടോ എന്ന്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടല്ലേ അവിടെയൊക്കെ. എന്നിട്ട് അത് ചെയ്യാന്ന് വെച്ചാൽ ഈ ടൂളില് സെലക്ടർ എന്നൊക്കെ പറയാം. എന്ന് ഷോർട്ട് കട്ട്. അത് ക്ലിക്ക് ആക്കിയിട്ട് കുറച്ച് സൈസ് കൂട്ടാം. എന്നിട്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ ചെയ്താൽ അത് കഴിഞ്ഞിട്ട് ഈ മൈനസ് സംഭവമുണ്ടല്ലോ ടൂളിൻ്റെ, അത് ക്ലിക്ക് ആക്കിയിട്ട് ഇത് ഉള്ളിൽ പതുക്കെ നമുക്ക് ഇങ്ങനെ സൈസ് കുറച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെയും സൈസ് കൂട്ടാം. ഇവിടെ ഇങ്ങനെ ചെയ്യാം. എന്താ നോക്കി ചെയ്താൽ മതി, എവിടെയൊക്കെ എന്തൊക്കെ നോക്കിയിട്ട്. ഫിനിഷിങ് ആണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, ഇടയിൽ പയ്യെ ചെയ്താൽ നല്ല ഫിനിഷിങ് ആയിട്ട് കിട്ടും. നമുക്ക് ഓക്കെ, ഇത് ഓക്കെ. ന്യൂ ചെയർ. ഓക്കെ, സൈസിനെ കൂട്ടാം. പക്ഷെ കൂട്ടിയപ്പം കുളമായാലോ ഒരു പേടി. ഇവിടുന്ന് കൂടെ നമുക്ക് സൈസ് കൂട്ടി. ഓക്കെ, എന്നിട്ട് വേണ്ട പേരത് മൈനസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ കട്ടാക്കി ഇവിടെ ഇങ്ങനെ കട്ടെ. കാരണം ഇത് നിങ്ങൾക്ക് നോക്കി ചെയ്യേണ്ടതാണ്. ഡിസൈനറിന് ഒരാവശ്യമുള്ളത് എന്താ വെച്ചാൽ നല്ലൊരു ഫിനിഷിംഗ് ആണ്. എത്ര ടൈം എടുത്തിട്ടും ഇങ്ങനെ പതുക്കെ ക്ലിയർ മതി ശരിക്കും. ചിലപ്പോൾ ടൈം എടുത്താലും ഒരു ചീത്ത അറിയും, ചിലപ്പം ഒരു ജോബ് കിട്ടിയാൽ. പക്ഷേ ചീത്ത പറഞ്ഞാലും നമുക്ക് ചീത്ത കിട്ടിയാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്ക് പെർഫെക്റ്റ് ആവണം. അവർക്കൊരു നോ എന്ന് പറയാൻ ഒരവസരം ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെ സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കെന്ത് നിങ്ങളുടെ ചെയ്യുമൊക്കെ നോക്കിയിട്ട് ചെയ്യണം എല്ലാം. ഓക്കെ, ഇതൊക്കെ. എന്നിട്ട് നമുക്ക് ഇതാക്കാം, മാസ്ക് ചെയ്യാം. ഓക്കെ, മാസ്ക് ബട്ടൺ നിൽക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ഇത് മാസ്കായി. എന്നിട്ട് നമ്മൾ വേറെ എന്താ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഏറ്റവും മേലെ സോളിഡ് കളർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട കളർ വെച്ചാൽ ഞാനിപ്പോൾ കളർ എടുക്കുക, സെലക്ട് ചെയ്യുക, വെച്ചിട്ട് താഴെ. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി, കളർ മാറി. നമുക്ക് വേണ്ട കളറൊക്കെ മാറ്റട്ടോ. വേണ്ട ഏതാണ്ട് പിന്നെ പിങ്ക്, റെഡ് വെച്ച് പിങ്ക് വെച്ച്. പിന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ വെച്ചാൽ
നമ്മളെ ഷെയ്ഡൊന്നുമില്ല, ഷാഡോസ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തില്ലേ, ലെയർ ചെയ്തല്ലോ, കട്ട് ചെയ്തല്ലോ, അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. കൺട്രോൾ ജെ ഇൻസൾട്ട് ചെയ്യാം. എന്നിട്ട് ടോപ്പ് ലെയറിൻ്റെ മാസ്ക് ചെയ്ത് മാസ്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിലാണോ ഇമേജിൽ പോവാം, അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ സെറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ഇൻവേർട്ട് ഉണ്ടാവും, കൺട്രോൾ-I ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ പണ്ടത്തെ ഇമേജ് തന്നെ വന്നിട്ട് ഫുള്ളും ഷെയ്ഡൊക്കെ ആക്കിയിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്താൽ ഈ മാറ്റി ഇൻവേർട്ട് ചെയ്തല്ലോ ലെയർ, ആ ലെയറിൻ്റെ നോർമൽ ഉണ്ടാവും മേലെ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ മൾട്ടിപ്പിൾ കൊടുത്തു നോക്ക്, മൾട്ടിപ്ലൈ എടുക്കുമ്പോൾ ഷെയ്ഡ് വന്ന് താഴത്തെ എല്ലാം വന്ന്. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണ്ടത് കളർ മാറ്റാതിരിക്കാം. ഓക്കെ, കണ്ടോ എല്ലാ കളറും സെറ്റായി. ഗൈസ്, ഇന്നത്തെ വീഡിയോ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യും. ഇനിയും പുതിയ വീഡിയോസ് വരും. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ.